എന്റെ മാനം കാക്കണം. നിങ്ങൾ ഒന്ന് അതായത് ഇത് പറഞ്ഞതുപോലെ വലിയ വലിയ വാചകങ്ങളോ നിങ്ങളോട് പറയില്ല. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കോളേജ് യൂണിയൻ ചെയർമാൻ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള സുഹൃത്തുക്കൾ, കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാരാജാസ് കോളേജ്, വർഷങ്ങളുടെ ചരിത്രമുള്ള മഹാരാജാസ് കോളേജ്, ആ കോളേജ് കേരളത്തിൻ്റെ സൊസൈറ്റിക്ക്, കേരളത്തിലെ ഒരു സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. അതിൽ ഓരോ വർഷത്തെയും അതത് കാലഘട്ടത്തിലെ കോളേജ് യൂണിയനുകളുടെ സംഭാവനകൾ, അവരുടെ ഇടപെടലുകൾ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. നമസ്കാരം. ഈ വർഷത്തെ കോളേജ് യൂണിയൻ ഉണ്ടാകുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതും എൻ്റെ നാളെ റിലീസാവാൻ പോകുന്ന റൈഫിൾ ക്ലബിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരും പടം കാണുക, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. അതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത്. എനിക്കതാണ്. പിന്നെ പ്രിൻസിപ്പളോട് സൂചിപ്പിച്ച പോലെ എല്ലാവരും പൊന്നോമന പുത്രന്മാർ എന്ന് പറഞ്ഞാലും വളരെ സന്തോഷമുണ്ട്. കാലത്തിങ്ങനെ കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാ തലത്തിലും വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പിന്നെ മഹാരാജാസ് കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനത്തിൽ ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് യൂണിയന്റെ ഇനോഗ്രേഷൻ വരാൻ പറ്റിയത് വലിയ സന്തോഷം. മഹാരാജാസ് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ. മഹാരാജന്മാരെല്ലാവരും പഠിച്ചിറങ്ങിയ ഈ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്നിറങ്ങി നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഈ കോളേജിൽ ഉണ്ടായിരുന്ന കലാപ്രതിഭയായിരുന്ന രമേശ് വർമ്മ സാറും അതുപോലെ ഗോപൻ ചിദംബരം, അദ്ദേഹമൊക്കെയാണ് എൻ്റെയും ദിലീഷ് കോട്ടൻ്റെയും ഒക്കെ അധ്യാപകർ. അവർ പഠിച്ചിറങ്ങി അവർ പറഞ്ഞിട്ടുള്ള കഥകളും പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സിനിമയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എല്ലാ മേഖലകളിലും ഒരു മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് ആ ഒരു കോളേജിൻ്റെ മുറ്റത്ത് വന്ന് ഇന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം. നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അടിപൊളിയാണ്. ഒരു ക്യാമ്പസിൽ എത്തി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ക്യാമ്പസ് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് പോകും. അത് എത്ര വന്നാലും നമുക്ക് അറിയാൻ പറ്റില്ല. എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച കോളേജാണ്. ഒരുപാട് മഹാരാജാസ് കഥകൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് കുട്ടിക്കാലം മുതലേ. എറണാകുളത്തുള്ള ഏറ്റവും പ്രമുഖ കോളേജ് എന്ന നിലയിൽ, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ കോളേജ് എന്നുള്ള നിലയിൽ മഹാരാജാസിൻ്റെ ഒരു പൾസ് എപ്പോഴും എന്താണെന്ന് അറിയാനാണ്, ഒരു യൂത്തിൻ്റെ പൾസ് എന്താണെന്ന് അറിയാൻ ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് മഹാരാജാസ് എന്നും. അതിൽ നിങ്ങൾ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇപ്പോഴും ഒരു സിനിമ ഇറങ്ങിയാലും നമ്മൾ എന്താണ് യങ്സ്റ്റേഴ്സിൻ്റെ വൈബ് എന്നറിയാൻ നോക്കണമെങ്കിൽ ആദ്യം നോക്കുന്ന ക്യാമ്പസ് മഹാരാജാസാണ്. എന്നും നമ്മളുടെ ഒരു വർഷത്തിൽ മഹാരാജാസിന് എന്നുള്ള ഒരു ചർച്ച കടന്നു പോകാത്ത ഒരു വർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു ബി ഹിയർ. അത് റൈഫിൾ ക്ലബിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നതിൽ വലിയ അഭിമാനവുമുണ്ട്. എല്ലാവരും പറഞ്ഞതുപോലെ നിറയെ ആക്ടേഴ്സ് ഉള്ള വളരെ ജാം പാക്ഡ് ആയിട്ടുള്ള ഉഗ്രൻ എന്റർടൈനർ ആണ്. ബാക്കി നിങ്ങളെല്ലാവരും കൂടെ പോയി കണ്ട്
ഞങ്ങൾ പൊളിച്ച പോലെ തന്നെ നിങ്ങളും പൊളിക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്. റൈഫിൾ ക്ലബിന്റെ ഷൂട്ടിംഗ് നടന്നത് പ്രധാനമായിട്ടും ഒരു വീടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത കുറച്ച് മുറികളുണ്ട്, ടെമ്പററി മുറികൾ. അതിലെല്ലാവരും കൂടെ ഒരു മുറിയിൽ ഒത്തുകൂടുകയും അവിടെ ഞങ്ങൾ എല്ലാവരെയും ഒരു രീതിയിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സുരഭി. അപ്പോൾ ഇവിടെ വന്നപ്പോഴും സുരഭിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയ ഹനുമാൻ കയ്യിൽ വന്നപ്പോൾ ഇപ്പോൾ സുരഭി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഹനുമാൻ കയ്യിൽ കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ ആദ്യം എനിക്കൊരു മടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് പെരുമാറുക, എന്താണ് സംസാരിക്കുന്നത്, അമേരിക്കയിൽ വന്നാണെന്നൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചേട്ടൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ എന്തായാലും ഹനുമാൻ കണ്ട് ഞങ്ങളുടെ സിനിമയുടെ ഭാഗമാണ്. ഞങ്ങളുടെ സിനിമയിൽ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവൻ, അദ്ദേഹം ഞങ്ങളുടെ സിനിമയിൽ ഒരു പ്രധാന ഘടകമാണ്. ദിനേശ്, ഉണ്ണിമായ, സുരഭി, അങ്ങനെ ഒരുപാട് പ്രതിഭകളുടെ ഒരു സംഗമമുണ്ട് റൈഫിൾ ക്ലബിൽ. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ സിനിമയ്ക്ക് ഉണ്ടാവണം. If you can just join me when I say, yeah. You want to do it? English, you know. 3, 2, 1, and yeah. But എന്റെ മാനം കാക്കണം. നിങ്ങൾ ഒന്ന് അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ വലിയ വലിയ വാക്യങ്ങളോ വാചകങ്ങളോ നിങ്ങളോട് പറയുന്നില്ല. പ്ലീസ് ഗൈസ്, ഒന്ന് ഗൈസ് പ്ലീസ്. 3, 2, 1, and okay, with this, once again, make some noise for Rifle Club. Please come and see tomorrow. Nala is the show. Go catch it on theaters tomorrow, okay? And I will see you guys there, all right? Yes? Yes? Let's go.